ഇവനാണ് യഥാർത്ഥ റീൽ സീസൺ. ഉടായ്പകൾ ഞെട്ടിക്കുന്നത്. റീൽസ് ഇട്ട് കളിക്കുന്നവർ എന്ന് കോൺഗ്രസിലെ യുവനേതാക്കളെ പരസ്യമായി അധിക്ഷേപിക്കുന്ന കേക്കച്ചനാണ് യഥാർത്ഥത്തിൽ റീൽ സീസൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മുഖ്യമന്ത്രിയാകണമെങ്കിൽ റിയൽ വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല, റീൽസിലും കാര്യമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയ ആളാണ് ഈ കേക്കച്ചൻ. ഇതിനായി 2.5 വർഷത്തിന് മുമ്പ് തന്നെ ഇദ്ദേഹം മികച്ച തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. കേക്കച്ചൻ്റെ PS വൃത്തത്തിലുള്ള ഒരു സുഡാപ്പിയാണ് കേക്കച്ചൻ്റെ പ്രധാന ഫണ്ട് മാനേജർ. പറവൂരിൽ മണൽ വാരി നടന്ന ഇവനും ഇന്ന് ശതകോടീശ്വരനാണ്. ദുബൈയിലെ സുഡാപ്പി ബിസിനസ് ശൃംഖലകളുമായി ലൈസനിങ് നടത്തുന്നത് ഈ PS ആണ്. വൻതോതിൽ സുഡാപ്പി വ്യവസായികളുടെ ഫണ്ട് സതീശന് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സതീശനാണ് സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കുന്നത്. ഈ ഇടപാടുകളെല്ലാം കന്റോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് സതീശൻ സ്വന്തം കുടുംബത്തെ പോലും അവിടേക്ക് അടുപ്പിക്കാത്തത്. ഇവരാണ് കഴിഞ്ഞ ദിവസം കേക്കച്ചനെ ദുബൈയിൽ ഡീലിന് കൊണ്ടുപോയത്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ. വലിയ ഫണ്ടിംഗ് സ്രോതസ്സുകളുള്ള കേക്കച്ചൻ ബിനാമിയെ മുന്നിൽ നിർത്തി പുതിയ ഒരു ചാനൽ കൊച്ചി ആസ്ഥാനമായി ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളത്തിൽ പറയുന്ന ഒരു ചാനൽ. മംഗളം ചാനലിനെ മുടിച്ച് തേച്ച് കഴുകി നശിപ്പിച്ച തേൻകണി രാജയാണ് ഈ ചാനലിൻ്റെയും സകല നിയന്ത്രണവും കേക്കച്ചനു വേണ്ടി നിയന്ത്രിക്കുന്നത്. കേക്കച്ചനാണ് ഈ ചാനലിൻ്റെ മുഖ്യ ഫണ്ടർ. രാഹുൽ വിഷയം ആളിക്കത്തിക്കുവാനും ഇപ്പോൾ സതീശന് സംരക്ഷണം ഒരുക്കുവാനും ഈ ചാനൽ മുൻപന്തിയിലുണ്ട്. തേൻകണി രാജ ഇതുവരെ വെട്ടത്തു വന്നിട്ടില്ല. അതുപോലെ മറ്റൊരു യൂട്യൂബ് ചാനൽ ദുഷ്കർമ്മ അടുത്തിടെ സാറ്റലൈറ്റ് ചാനലാക്കി മാറ്റിയിരുന്നു. അതിൻ്റെ മുഖ്യ ഫണ്ടറുമൊക്കെ കേക്കച്ചനാണ്. അതുപോലെ കൊട്ടാരക്കരയിലെ ബസ് സ്റ്റാൻഡിലെ കക്കൂസ് വാടകയ്ക്ക് എടുത്ത് നടത്തിയിരുന്ന തട്ടുണ്ണിയെ മുന്നിൽ നിർത്തി മറ്റൊരു ചാനലും ഈ കേക്കച്ചൻ തലസ്ഥാന നഗരിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നടത്തിപ്പുകാർ ഈ കേക്കച്ചൻ്റെ അടുത്ത പങ്കാളികളാണ്. അതുപോലെ തിരുവനന്തപുരം ആസ്ഥാനമായി കേക്കച്ചന് ഒരു PR ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ പ്രധാന പണി കേക്കച്ചൻ പങ്കെടുക്കുന്ന പരിപാടികളുടെ റീൽസും ഷോർട്സും കട്ട് ചെയ്ത് പരമാവധി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നതാണ്. പെന്തക്കോസ്ത് ക്രിസ്ത്യൻ സഭകളുടെ പരിപാടികളിൽ പങ്കെടുത്ത് നടത്തുന്ന പ്രസംഗങ്ങളെല്ലാം വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ തിരികെ കയറ്റുവാനും ഒരു പ്രത്യേക ടീമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. ആയിരക്കണക്കിന് ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നും ഇത്തരം കേക്കച്ചൻ്റെ റീൽസും ഷോർട്സും പമ്പ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം പരമ രഹസ്യമായാണ്, ആരും അറിയുന്നില്ല എന്നോർത്താണ് കേക്കച്ചൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അതുപോലെ ക്രൈസ്തവ സഭകളിലെയും മറ്റ് പ്രധാന വേദികളിലും പോയി പ്രസംഗിക്കുവാനുള്ള പ്രസംഗം ബൈബിൾ കോട്ടിങ്ങോടുകൂടി ഇദ്ദേഹത്തിന് തയ്യാറാക്കി കൊടുക്കുന്നതും ഒരു തിരുവനന്തപുരം സ്വദേശിയായ മാധ്യമപ്രവർത്തകരാണ്. തൻ്റെ കള്ളപ്പണം ഉപയോഗിച്ച് ഇത്രയും കൃത്യമായ PR വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ സതീശൻ. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ സതീശനാണ് റീൽസ് അല്ല റിയൽ വർക്കാണ് പ്രധാനം എന്ന് പറഞ്ഞു നടക്കുന്നത്. അതുപോലെ ഈ അടുത്ത കാലത്തായി ഇദ്ദേഹം പ്രസംഗം പറയുമ്പോൾ, മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോഴി മുട്ടയിടാൻ നേരം കാണിക്കുന്നത് പോലെ വക്രിച്ചൊക്കെ കാണിക്കുന്നത് കാണാം. ഒരു സ്റ്റൈലിസ്റ്റിൻ്റെ ട്രെയിനിങ് ആണ്. അതിന് കാരണം അദ്ദേഹം അടുത്തയിടെ പച്ചാളം തങ്കപ്പൻ എന്നൊരു സ്റ്റൈലിസ്റ്റ് ഉണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി മുഖത്ത് നവരസങ്ങൾ വിരിയിക്കുന്നത് എങ്ങനെയെന്ന പരിശീലനം നേടിയിരുന്നു. മുഖ്യമന്ത്രിയാകുമ്പോൾ ഇതൊക്കെ ആവശ്യമാണത്രേ. ഇതിനൊന്നും കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. പക്ഷേ വല്ലവനിട്ടും ബ്രഹ്മ വെക്കുന്നത് എന്തിനാണ് ഒതുക്കേശ എന്നതാണ് ചോദ്യം. കതറുടയുന്ന വിയർക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഇദ്ദേഹം പങ്കെടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? രാഹുലിൻ്റെ അസാന്നിധ്യം നാട്ടുകാർക്ക് തോന്നിപ്പിക്കരുത് എന്ന് കരുതി ഇദ്ദേഹം കട്ടയ്ക്ക് കളത്തിലിറക്കി മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി എന്തൊക്കെയോ ചെയ്യുവാൻ ശ്രമിച്ചു. എങ്കിലും അതൊന്നും പക്ഷേ കാര്യമായി ഏശിയില്ല. യൂത്തന്മാർ ഈ കേക്കച്ചനോട് പറയേണ്ടുന്നത്, താൻ അടുക്കളയിൽ ഇരുന്ന് നിയന്ത്രിക്കാതെ ഒന്ന് ഫീൽഡിൽ ഇറങ്ങി കളിക്കൂ, ഞങ്ങളുടെ കൂടെ മുന്നിൽ വന്ന് നിൽക്കൂ, സമരത്തിന് മുന്നിൽ വന്ന് നിൽക്കുവാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ റീൽസിനി ഇറക്കുമ്പോൾ പോലീസിൻ്റെ അടികൊള്ളുന്ന, പോലീസിനെ പ്രതിരോധിക്കുന്ന ഏതെങ്കിലും ഒരു പഴയ ഫോട്ടോ എങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കി വിടാൻ പറയുക. കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് പറയുക. ആരോപണം ഉന്നയിച്ചവർ തന്നെ മലക്കം മറിഞ്ഞിട്ടും മനം മാറാത്ത കേക്കച്ചനെയും കിങ്കരന്മാരെയും കോൺഗ്രസ് പ്രവർത്തകർ പൊങ്കാലയിടൽ തുടരുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. എന്റെ പേര് അലക്സ്, ഞാൻ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. കോൺഗ്രസിലെ നേതാവ് നമ്മുടെ രാഹുൽ മാങ്കോട്ടിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു. യാതൊരു വിധമായ പരാതികളോ കുറ്റം ആരോപിക്കാതെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതേതായാലും വളരെ
മ്ലേച്ഛമായ പരിപാടി കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് 2 വർഷത്തിനുള്ളിൽ കോൺഗ്രസ് എന്തെങ്കിലും ഒരു പ്രതിച്ഛായ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടറും ഷാഫി പറമ്പിലും നമ്മുടെ എറണാകുളം DC പ്രസിഡന്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇതിന് ഇമേജ് ഇപ്പം വന്നിരിക്കുന്നത്. അതില്ലാതാക്കാനുള്ള ഒരു നടപടിയെന്ന് മാത്രമേ നമുക്ക് ഇതിനെ കണക്കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ രാഹുൽ മാങ്കൂട്ടറിൽ എന്ന വ്യക്തി വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ എന്ന് പറയുന്നത് UDF ഉറച്ച കോട്ടയായിരുന്നു. എന്നാൽ ഇന്ന് വർഷങ്ങളായിട്ട് ഒരൊറ്റ സീറ്റ് പോലും അവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ആരും അവിടെ അവരെക്കാട്ടും മേളിൽ പോകാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ വളർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ താഴ്ത്താൻ വേണ്ടി ആ ജില്ലയിൽ നിന്ന് വരെ അതിന് പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ ചില വനിതാ കോൺഗ്രസ് നേതാക്കള് പുള്ളിക്കെതിരെ പറഞ്ഞ് ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി രാജിവെക്കണം എന്ന് പറയുന്നത്. ഈ രാജിവെക്കണം എന്ന് പറയുന്ന ഈ വനിതാ നേതാക്കന്മാർക്ക് എന്താണ് പബ്ലിക് ഇമേജ് ഉള്ളത്? എവിടെയെങ്കിലും നിന്ന് മത്സരം ജയിക്കാനുള്ള കഴിവ് അവർക്കുണ്ടോ? ഒരു വനിതാ MLA പറഞ്ഞു. MLA ജയിച്ചത് എങ്ങനെയാണ്? അവരുടെ ഭർത്താവിന്റെ ഇമേജും ആ സിമ്പതിയും കൊണ്ട് അവർ ജയിച്ചു വന്നു. ബാക്കിയുള്ള നേതാക്കന്മാർക്ക് ഇന്നേ വരെ ഇലക്ഷൻ ജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. അപ്പം വളർന്നു വരുന്ന നേതാവിനെ അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം അവർക്കില്ല. അപ്പം കോൺഗ്രസ് ഇത് പണ്ടും പറഞ്ഞതുപോലെ ഈ ആങ്ങൾ ചെത്താനും വേണ്ടി നാത്തുവിന്റെ കരച്ചിൽ കാണുമെന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കോട്ട് ഇതിനെ സംബന്ധിച്ച് പ്രശ്നമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മേലിൽ കിളരാൻ പാടില്ല. അതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ചാണ്ടി ഉമ്മനും ഇങ്ങനെയുള്ളവര് കോൺഗ്രസിൽ മുന്നോട്ട് വന്നില്ല എങ്കിൽ ഈ കോൺഗ്രസ് ഒന്നുമല്ലതായി ഇപ്പോൾ കേരളത്തിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. BD സതീശൻ നടപടി ഒരു ഉത്തരവാദിത്വമില്ലാത്ത നടപടിയാണ് പുള്ളി എടുത്തിരിക്കുന്നവരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ, കേരളം മുഴുവൻ ഇളകി വന്നാലും ഞാൻ എന്റെ തീരുമാനത്തിന് പുറകിലോട്ടില്ല. പുള്ളി തീരുമാനിച്ചത് എന്താണ്? പുള്ളിയുടെ ഒരു ഉറച്ച വിശ്വാസമായിരുന്നു പുള്ളിയുടെ നടപടി എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ മുഴുവൻ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു പുള്ളിയുടെ ഒരു മനസ്സിലെ ചിന്താഗതി. പക്ഷെങ്കിൽ പുള്ളി നടപടി എടുത്തുകൂടി രാഹുലിന് ഇമേജ് കൂട് കാണിച്ചത്. ഇന്ന് രാഹുലിന്റെ ഓരോ ഫോട്ടോയ്ക്കും ഫേസ്ബുക്കിൽ ലൈക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50,000, 58,000, 60,000 ലൈക്ക് ഉണ്ട്. ആ ലൈക്ക് കൊടുത്തിരിക്കുന്ന മാക്സിമം ആൾക്കാരും സ്ത്രീകളാണ്. അപ്പം സ്ത്രീകൾ ഇത്രയും അവന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കന്മാർ മാത്രം പുള്ളിയെ താഴ്ത്തി കിട്ടുന്നത് വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ്. കോൺഗ്രസിനെ ഇപ്പം VD സതീശന്റെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സീറ്റ് ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞു, ഇനി മുഖ്യമന്ത്രി കസേരയിൽ പുള്ളി കയറി ഇരുന്നാൽ ചിന്താഗതിയില്ല പുള്ളി ഇരിക്കുന്ന. അടുത്ത ഇലക്ഷൻ വരുന്ന വലിയ ഫോർമാലിറ്റി എന്നാണ് പുള്ളി കണക്ക് കൂട്ടുന്നത്. എന്നാൽ രാഹുലിനെ അവർ നിയമസഭയിൽ കയറ്റാതിരിക്കുകയോ കൂടുതൽ നടപടിയിൽ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടി അവിടെ ഉണ്ടാവുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല സാർ. ഈ സതീശൻ സാർ ഇങ്ങനെ പോയാൽ എന്തോ കോൺഗ്രസിന്റെ അവസ്ഥ എന്താവും? സതീശൻ ഇപ്പൊ പിണറായിക്ക് എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കുക. 3ാം ഭരണത്തിന് കുറെ ആൾക്കാർ എന്താ പറഞ്ഞ നടക്കും, ഇവൻ ഈ നശിപ്പിക്കാൻ നടക്കുക. കഴിഞ്ഞ ഭരണം പിടിച്ചു കൊടുത്തു, ഇനി ഈ ഭരണം പിടിച്ചു കൊടുക്കാനുള്ള ഇപ്പൊ ഓണസദ്യ പോയി കഴിച്ചു. മറ്റേ എന്തെല്ലാം എല്ലാ സഹായങ്ങളും പിണറായിക്ക് ഒപ്പിച്ചെടുക്കുക. പിണറായിയുടെ പിമ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ സതീശൻ. ആർക്കും മനസ്സിലാവുന്നില്ലത്. ഇവന്റെ എന്താ ഉദ്ദേശം? കോൺഗ്രസ് നശിപ്പിക്കാനാണോ അതോ അത് രാഹുൽ ഗാന്ധിക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ട് അടിയും മേടിച്ച് എന്തുമാത്രം കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് നയിക്കുന്നത്? ഇവരെ പോലെ കേരളത്തിലെ കുറെ നേതാക്കന്മാര് വേറെ ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന നല്ലൊരു പാർട്ടിയാണ്. ഈ പാർട്ടിയെ നശിപ്പിച്ച് കൈ കൊടുക്കുക ഇവരൊക്കെ ചെയ്യുന്നത്. ഒരുപാട് സാറ് ഒരുപാട് പ്രവർത്തകർ അണികളുള്ള ഒരു പാർട്ടി, അവരെ നയങ്ങളെല്ലാം ജനങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ കുറെ നേതാക്കന്മാര് ഈ പാർട്ടിയെ നശിപ്പിക്കുക. ഈ സതീശനെ പോലുള്ളവർ അവനെ അടിച്ച് പുറത്തു കളയേണ്ട സമയം കഴിഞ്ഞു. രാഹുൽ തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. രാഹുൽ തെറ്റ് ചെയ്ത് തെളിയിച്ചിട്ടില്ല. ഒന്നാമത്. രണ്ടാമത് തെളിയിച്ച കേസുകളുണ്ട്. മുകേഷിന്റെ പോലെയും പിണറായി വിജയന്റെ സ്വപ്നടിയും സ്വപ്ന സുരേഷിന്റെ പേര് തെളിയിച്ച് ഫോട്ടോ സഹിതം വന്നതാണ് പലതും. ഗണേഷ് കുമാർ അവരൊന്നും ചെയ്ത തെറ്റിന്റെ ഒരു 100-ൽ അംശം രാഹുൽ ചെയ്തിട്ടുണ്ടോ? രാഹുൽ എന്താ ചെയ്ത് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് രാഹുൽ തന്നെ ചാറ്റ് ചെയ്യണമെന്നില്ല. രാഹുലിന് 4-5 ഫോൺ കാണും. അതിലേതെങ്കിലും ഒരു ഫോൺ എടുത്ത് കൂടെയുള്ള കുരങ്ങനെ എടുത്ത് ചെയ്തതാണെങ്കിലോ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? അപ്പൊ അത്രയും ഒരു എവിഡൻസും ഇല്ലാണ്ട് രാഹുലിനെതിരെ ഇങ്ങനെ കൊണ്ടുവന്നതിന് കോൺഗ്രസ്സുകാർക്ക് കൂട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ കിളവന്മാർക്ക് മാത്രമേ എല്ലാ സ്ഥാനവും, ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നത് ഇഷ്ടമല്ല. ഞാനും നല്ലൊരു കോൺഗ്രസ്സുകാരിയാണ്, എത്രയോ വർഷം കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്താണ്. ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ രാഹുലിന്റെ അമ്മയെക്കാട്ടും പ്രായമുള്ളൊരു സ്ത്രീയാണ്. എനിക്ക് രാഹുലിനോടൊരു മകനോടുള്ള സ്നേഹം തന്നെ എപ്പോഴും ഇരിക്കും. അതിനേക്കാൾ സ്നേഹം എൻ്റെ ഷാഫിയോടുണ്ട്. ഷാഫിയെ മാറ്റി നല്ലൊരു ചെറുപ്പക്കാരൻ കേരളത്തിലുണ്ടോ? ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? ഷാഫിയെ മുഖ്യമന്ത്രിയാക്കണം. അടുത്ത ഇലക്ഷൻ കോൺഗ്രസ് ജയിച്ചാൽ കണക്കിന് പോവുകയാണെങ്കിൽ എന്താവുമെന്ന് അറിയില്ല. കാരണം പിണറായി വിജയന്റെ കൂത്തന്നെ വീണ്ടും വരുന്നാണ് തോന്നണത്. അവനെന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഇഷ്ടം പോലെ അവൻ്റെ പാർട്ടിയിൽ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവൻ തന്നെ വരും. പക്ഷെ നമ്മുടെ ഈ കോൺഗ്രസ്സിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്ത് എന്താകുമെന്ന് അറിയില്ല. എന്തായാലും എങ്ങനെയെങ്കിലും രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. എൻ്റെ പേര് വർഗീസ് എന്നാണ്. കോൺഗ്രസ് പ്രവർത്തകനാണ്. മണ്ഡലം ബ്ലോക്ക് മെമ്പറാണ്. ഈ ഇപ്പൊ കാണിക്കുന്ന ഈ കോൺഗ്രസിന്റെ
ഇപ്പോഴത്തെ ഈ അധപ്പതനത്തിനെല്ലാം കാരണം ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെയാണ്. അതിനുള്ളിൽ വാഴക്കുണ്ട്, ജോസഫ് വാഴക്കൻ. ഈ തെട്ടി കരുണാകരൻ ഇരുന്ന് വ്യവസായ മന്ത്രി ഇരുന്നപ്പോൾ അയാളെ കൊണ്ട് ഉണ്ടാക്കിയതല്ല അവന്റെ സ്വത്തല്ല. ഒരു പഞ്ചായത്ത് മെമ്പർ ആകാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത എൻഡി. ഇവരെല്ലാം കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ഇപ്പോഴത്തെ എല്ലാ ഉത്തരവാദിത്വം ഈ VD സതീശനില്ലേ. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് വളരെയധികം വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇപ്പം പിണറായിയുടെ പിടിച്ചു വെപ്പാനല്ലേ VD സതീശനും. ആക്ച്വലി ചെന്നിത്തലുണ്ട്. തവളയുടെ കണ്ണു നോക്കിയിട്ട് വരും പത്രത്തിന് മുമ്പിൽ, മീഡിയയുടെ മുമ്പിൽ. പിന്നെ വേണുഗോപാൽ അവൻ പമ്മി ഇങ്ങനെ ഇരിക്കുക. രാഹുൽ ഗാന്ധി കളിപ്പിച്ച് ഇങ്ങനെ നടക്കുക. എത്ര ആൾക്കാരുണ്ട് കോൺഗ്രസിന് തലപ്പത്തുവരാനായിട്ട്. ശശി തരൂരുണ്ട്, ഹൈദരാബാദിലുള്ള നമ്മുടെ ശിവകുമാറുണ്ട്. ഇവരെയൊക്കെ താങ്ങിയിട്ട് ഈ തെണ്ടീനെ കൊണ്ട് നടക്കുന്നത്. ഈ പാർട്ടി അവിടെ കുണം പിടിക്കാനാ. ജോസഫ് വാഴക്കന് ഇമാരെല്ലാം കാശിനേ ഉള്ളൂ കോൺഗ്രസിന്. പിന്നെ കുറെ ഊച്ചാളികളുണ്ട്. എല്ലാം പണപ്പിരിവ് നടത്തി കതറിന്റെ പടി പോലെ മറ്റൊരുത്തിന്റെ ദേഹം മുറി അതുപോലെ കതറിൽ നടക്കുന്നത്. ഇവനൊക്കെ എന്നത്തിനുള്ള. പക്ഷെ ഞാൻ ആക്ച്വലി ഒരു കോൺഗ്രസ് പ്രവർത്തനാണ്. എന്റെ പേര് അതാ ഞാൻ പറഞ്ഞത്. ഇവരെന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോട്ടെന്നാണ് പറഞ്ഞത്. പബ്ലിക്കിനെ വെല്ലുവിളിക്കും ഇവന്മാര്. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു ഊർജ്ജവും എല്ലാം ഉണ്ടായിരുന്നു. ഈ മാങ്കൂട്ടത്തിനെ പോലുള്ള ആൾക്കാർ, ചാണ്ടി ഉമ്മന്, ഷാഫി പറമ്പില്, അങ്ങനെ 3-4 പിള്ളേരുണ്ട്. ഇവരെല്ലാം കരിവാരി തെക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ഇപ്പൊ മുഖ്യമന്ത്രി കുപ്പായ അണിഞ്ഞുകൊണ്ടിരിക്കുക. VD സതീശനും രമേശ് ചെന്നിത്തലയും കുറെ എണ്ണം. ഇവനൊന്നും ആകത്തൊന്നുമില്ല. സുനിൽ സാർ ഇത് കാര്യമായിട്ട് തന്നെ പബ്ലിക്കിന് ഇഷ്യൂ ഇത് ചെയ്യണം. ഈ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഇമാരുടെ പണിയാണെന്ന് തന്നെ വ്യക്തമാക്കി കൊടുക്കണം. അതാ വേണം. എൻ്റെ ഒരു അഭ്യർത്ഥന അത്. എന്റെ പേര് ഷിബു, തൃശ്ശൂർ. ഈ പിണറായിയുടെ ഏജന്റാണ് ഇദ്ദേഹം എന്നുള്ളത് എന്തുകൊണ്ട് ആരും പറയുന്നില്ല? എന്തായാലും ഒരു നല്ലൊരു ക്യാമ്പയിൻ നടത്തണം പറവൂര്. ഇവനെ നിയമസഭ കാണിക്കുന്നത് അതല്ല ജനം തീരുമാനിക്കേണ്ടത്. ഈ തോമസ് ഐസക് സാറിന് ഇവൻ അന്ന് ചെയ്തില്ലേ, ഇതിന്റെ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ആരായിരിക്കും? പിണറായി ആയിരിക്കും. അങ്ങനെയുള്ള ആൾ പൊന്തി വന്നാൽ നമ്മൾ അവിടെ ചിന്തിക്കണം. എങ്ങനെ ഇവൻ പൊന്തി വന്നു? ഇവൻ എവിടെ ഈ പേപ്പേഴ്സ് കിട്ടി, ഈ ഡോക്യുമെന്റ്സ് കിട്ടി? ഐസക് അതോടുകൂടി പോയി. ഈ ഡോക്യുമെന്റ് കൊടുത്തത് ആരാ? അവിടെ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. അങ്ങനെ പിണറായി പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് ഒത്തുകളി എന്ന് നോക്കൂ. പിണറായിയുടെ ഏജന്റ് ആണ് VD സതീശൻ. ഇത് പൊളിച്ചു കൊടുക്കാൻ ആള് വല്ല കരാറ് ഏറ്റെടുത്തിട്ടുണ്ടാവും. അതല്ലാതെ ഈ മാതിരി അഭ്യാസം കാണിക്കില്ല. എന്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ രാഹുലിന്റെ വിഷയത്തില് i2i ചാനൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ച് സുനിൽ ഇതിലെടുക്കുന്ന ഇനിഷ്യേറ്റീവായിട്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുനിലിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് 2 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതിനും. ഈ ഓരോ കാര്യത്തിലും ഓരോ മനുഷ്യർക്കും പല പല നിലപാടുകളായിരിക്കും. നിലപാടുകൾ എന്ന് പറയുമ്പോൾ പലരുടെയും നിലപാടുകൾ ഒരുമിച്ച് ഒരുപോലെ വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നിലപാടുകൾ വ്യത്യസ്തമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും നിലപാട് എല്ലാവരുടെയും ഒരുപോലെ ആവണം എന്ന് ഒരു നിർബന്ധവുമില്ല. പ്രത്യേകമായി പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഉള്ള സാഹചര്യത്തിൽ ആദ്യം നിലപാടിനെ കുറിച്ച് തന്നെ പറയേണ്ടതുണ്ട്. നിലപാട് എന്ന് പറയുന്നത് ആദ്യം സാഹചര്യത്തെയും സന്ദർഭത്തെയും വ്യക്തികളെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഓരോ മനുഷ്യരിലും നിലപാട് രൂപപ്പെടുന്നത്. ഏത് കാര്യത്തിലാണോ ആ കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആ കാര്യം നടന്ന സന്ദർഭം, ആ കാര്യം വെളിച്ചത്ത് വരുമ്പോൾ ഉള്ള സാഹചര്യം, ഇവയെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിൽ ശരിയും തെറ്റും മനസ്സിലാക്കി ആ ശരിയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന നിലപാടുകൾക്കാണ് എപ്പോഴും വിജയമുണ്ടാകുന്നത്. i2i ചാനൽ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിൻ്റെ കൂടെ തന്നെയാണ് ഞാനും എനിക്കറിയാവുന്ന ഒത്തിരി പേര് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരും വ്യക്തമായി വന്ന് ആരുടെയും ഒരു തെളിവ് വന്നിട്ടില്ല. ആ സാഹചര്യം, ഇപ്പോൾ ഇത് പറഞ്ഞ സാഹചര്യം, ഇപ്പോൾ പോലും ഇതാരും വ്യക്തമായി ഏറ്റെടുത്തുകൊണ്ട് പറയുന്നില്ല. ഒരു മൊട്ട അരുൺകുമാർ വന്ന് എന്തെങ്കിലും പറഞ്ഞു, ഒരു നടി എന്ന് പറയുന്ന ഏതോ ഒരു സ്ത്രീ, നടിയല്ല ഒരു സ്ത്രീ എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ പലതും എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ള രാഷ്ട്രീയക്കാരനായി ജീവിതം തുടങ്ങി ഇനിയും ഒത്തിരി കാലം മുന്നോട്ട് പോകാനുള്ള രാഹുൽ മാങ്കൂട്ടം ഒത്തിരി പ്രതീക്ഷകൾ നൽകുന്ന, സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷ നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനത്തിനു വേണ്ടി
പതിച്ചിട്ടൊന്നുമില്ല, അവൻ അങ്ങനെ പതിച്ചു പോകുകയുമില്ല. ഓർക്കൂ, ഉമ്മൻചാണ്ടി സാറ് മുൻകാല ചരിത്രം നമ്മൾ നോക്കണ്ടേ? മുൻകാല ചരിത്രം നോക്കി ഇത്തരം വിഷയങ്ങളെ അതിൻ്റെതായ അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് ഈ കേരള സമൂഹത്തിൽ ഏതു മനുഷ്യന്, ഏതു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യം നടന്നാൽ പോലും അത് എല്ലാം അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ കാര്യങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് നമ്മൾ കണ്ടത്. കേൾക്കൂ, പിണറായി വിജയൻ അതുപോലെ തന്നെ CPM-ന്റെ പാർട്ടി എന്താണ് ചെയ്തത്? നടന്നതാണെങ്കിലും നടന്നതല്ലെങ്കിലും അവരന്വേഷിക്കാം. തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഇന്ന് പല മന്ത്രിമാരും പല MLA-മാരും പലരും നിയമസഭയിലും മറ്റു പല സ്ഥലങ്ങളിലും അവരുടേതായ എല്ലാ കാര്യങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസും അതുപോലെ തന്നെ AICC-യും എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർ നീതി നൽകിയോ? രാഹുൽ മാങ്കൂട്ടത്തിന് അവർ നീതി നൽകിയോ? പാർട്ടിക്ക് വേണ്ടി എത്രയോ കാലം 10 വർഷത്തിൽ കൂടുതലായി സ്വന്തം ശരീരത്തിൽ അടികൊണ്ടും ഇടികൊണ്ടും എത്രയോ കേസുകളിൽ പെട്ടും ആ രാഹുൽ മാങ്കൂട്ടം വളരെ വേദന അനുഭവിച്ചു. അവൻ ഇന്ന് പാലക്കാടിൻ്റെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി ജനങ്ങൾ അവനെ തെരഞ്ഞെടുത്തു. ഈ പാർട്ടി അവരോട് ചോദിച്ചോ? ആരോടെങ്കിലും ചോദിച്ചോ? പാലക്കാടുള്ള അണികളോട് ചോദിച്ചോ? അവരുടെ MLA ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു, ഇതിന് കാരണമുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? ആരോടെങ്കിലും ചോദിച്ചോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് ഇപ്പോൾ ഓരോ വീട് കയറി ചോദിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല. പക്ഷെ പാർട്ടി അത് മനസ്സിലാക്കണമായിരുന്നു. വീട് കയറി ചോദിച്ചു എന്ന് മാത്രമല്ല, വീട് കയറി ചോദിക്കണമെങ്കിൽ ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ആരോപണത്തിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് വളരെയധികം തെറ്റാണ്. അത് പാർട്ടി അണികളുടെ ഇടയിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന പല MLA-മാർക്കും പലർക്കും ഇത് നിലപാട് വ്യക്തമാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർട്ടിയിലെ യുവനിരക്കാരും മറ്റു മുതിർന്ന പലരും മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം EVD സതീശനെ പോലെയുള്ളവരെ പേടിച്ചുകൊണ്ട് തന്നെയാണ്. എന്താണ് പേടിക്കാൻ കാരണം? ഇവരുടെ സ്ഥാനമാനങ്ങൾ ഇവർ മൂലം ഇപ്പോൾ രാഹുലിന് വന്ന അവസ്ഥയിലേക്ക് എത്താൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കളഞ്ഞിട്ട് പോവാനോ അല്ലെങ്കിൽ പാർട്ടി തള്ളിക്കളഞ്ഞാൽ പെട്ടെന്ന് അതുമായി പൊരുത്തപ്പെടാനോ അവർക്ക് പറ്റില്ല. രാഹുലിനെ പോലെ ചങ്കുറ്റത്തോടെ മുൻപോട്ട് നിന്ന ആ രീതി കാണിക്കാൻ മറ്റു പലർക്കും വ്യക്തിപരമായി പറഞ്ഞാൽ പറ്റാത്തത് കൊണ്ടാണ് ഇവരാരും മിണ്ടാത്തത്. ഇവരോടെല്ലാം പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം, ശക്തമായി നിങ്ങളുടെ അഭിപ്രായം പറയണം. രാഹുലിന് വേണ്ടി പറയണമോ മറ്റെന്ത് പറയണമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണം. പൊതുജനങ്ങൾ അത് കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ്, അത് ആവശ്യപ്പെടുകയാണ് പൊതുജനങ്ങൾ. പ്രത്യേകമായി നിങ്ങളോട് പറയുന്നു, എല്ലാ പാർട്ടിയുടെ ഏതൊരു സ്ഥാനത്തിരിക്കുന്ന, ചെറിയ സ്ഥാനം മുതൽ വലിയ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും ആരും മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ പലരും മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഞാൻ എൻ്റെ നിലപാട് പറയുന്നു, i2i ചാനലിൻ്റെ നിലപാട് പറയുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടം മിണ്ടാതിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവൻ വിശ്വസിച്ച പലരും അവനോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ പൊതുജനം നിങ്ങളുടെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ തഴയരുത്. നിങ്ങൾ അവന് വേണ്ടി ശബ്ദിക്കണം, ഓരോരുത്തരും. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വ്യക്തമാക്കണം. ഇത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായം. പ്രത്യേകമായി i2i ചാനലിനോട് മറ്റൊരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. താങ്കൾ നടത്തുന്ന ഈ മൂവ്മെൻറ്റ്, അമ്മമാരെ കൂട്ടി ഒരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. എന്തായാലും അത് സ്വാഗതാർഹമാണ്. അതിനോടൊപ്പം തന്നെ അമ്മമാർ മാത്രമല്ല, നമുക്ക് സഹോദരന്മാരും സഹോദരിമാരും പിതാക്കന്മാരും മുതിർന്നവരും മറ്റുള്ള എല്ലാവരും കൂടി ഇതിൽ സംഗമിക്കുന്നതിന് വേണ്ടി ഞാനും ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സ്വാഗതാർഹമായ ഈ തീരുമാനങ്ങൾക്കും ചർച്ചകൾക്കും വീണ്ടും എത്രയോ സപ്പോർട്ട് നൽകാമോ അത്രയോ സപ്പോർട്ട് നൽകുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന ഇപ്പോൾ രാഹുലിന് എതിരായി സംസാരിക്കുന്നവരെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ഭയപ്പെടുത്തണം. അവർ ഭയപ്പെടണം. ഇങ്ങനെ കൂടെ നിന്നവനെ കഴുകന്മാർക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അവർ ഇനി ഒരാളെയും കരുവാക്കരുത്. അതുകൊണ്ട് അവർ ഭയപ്പെടണം, പൊതുജനത്തെ ഭയപ്പെടണം. അവർ
സത്യസന്ധമായിരുന്നെങ്കിൽ രാഹുലിനെ കൈവിടില്ലായിരുന്നു. അവർ എത്രയും വേഗം ഞങ്ങളുടെ അന്വേഷണത്തിൽ രാഹുൽ കുറ്റക്കാരനല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിൽ കാണാം. ഞങ്ങളുടെ ഒരു കുഞ്ഞനുജനെ, ഒരു മകനെ, ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ, അവനെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും പാർട്ടി എല്ലാവിധ സഹകരണങ്ങളും കൊടുത്ത് അവനെ MLA സീറ്റിലും പാലക്കാട് കൊണ്ടുപോയും വ്യക്തമായി പാർട്ടി അവനെ വീണ്ടും ഉദിപ്പിക്കണമെന്ന് വീണ്ടും ആവേശത്തോടുകൂടി സംസാരിക്കുകയാണ്. നിങ്ങളുടെ പലരുടെയും ചാനലുകൾ കണ്ടുകൊണ്ട് ഈ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. അവർ തെറ്റ് തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ രാഹുലിന് വേണ്ടി രാഹുലിനെ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരാൻ യത്നിച്ച് പ്രയത്നിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നേക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കാൻ ഈ പെണ്ണുങ്ങൾ തയ്യാറല്ല, അവരെ നിയമ നടപടിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞൊക്കെ വാർത്ത കാണുന്നു. നമുക്കൊരു പൊതുജന താല്പര്യ ഹർജി കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ മനുഷ്യനെ വെറുതെ ആവിക്കാതെ ഈ റിപ്പോർട്ടർ ചാനലും ഈ മുൻനിര മാധ്യമങ്ങൾക്കെല്ലാം ഏതെയും വാർത്ത കിട്ടുന്നത് സത്യവും അറിയാതെ പടച്ചു വിട്ട് മനുഷ്യനെ നാണം കെടുത്തുന്ന പരിപാടി ഇന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മനോരമ പോലും ഇത്ര ചീപ്പായിട്ട്, മനോരമയുടെ സ്റ്റാൻഡേർഡ്, അവരെ റേറ്റിംഗ് കൂട്ടുക, പക്ഷെ അവരുടെ സ്റ്റാൻഡേർഡ് പോകുന്നു. ഇപ്പോൾ ആ പത്രം വരുത്താനോ വായിക്കാനോ തന്നെ അവരുടെ ചാനൽ കാണാൻ തന്നെ താല്പര്യമില്ല. വൾഗറായിട്ട് അവര് ബാക്കി കച്ചറകള് ന്യൂജൻ മീഡിയകളോ എന്തെങ്കിലുമൊക്കെ പറയും, ചിലപ്പം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. മനോരമ, മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചീപ്പായിട്ട് ആ മാതൃകുട്ടിച്ചാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ പുള്ളി സമ്മതിക്കുമോന്ന്. വെറും കച്ചട അവരുടെ സ്റ്റാൻഡേർഡ്. ഈ മനോരമയും മാതൃഭൂമി ഇങ്ങനെയൊക്കെ ഉള്ളവരെ പെണ്ണ് കേസ്, ഇവർക്കൊക്കെ താല്പര്യമാണ് പെണ്ണ് കേസിന്. അവിടെ ഉണ്ടല്ലോ ചിലരൊക്കെ സഖാവിൻ്റെ കൂടെ അടച്ചിരുന്ന മുറിയിലിരുന്ന് ചർച്ച നടത്തിയ ആങ്കർമാർ ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ. അന്നൊന്നും ആർക്കും കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ മനുഷ്യനെ വെറും കമ്പിക്കഥകളും പിന്നെ പെണ്ണ് കേസും പറഞ്ഞ് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു സംവിധാനം, അതൊരു പരിഷ്കൃത സമൂഹത്തിൽ പറ്റിയതല്ലല്ലോ ഇത്. വെറും കച്ചറ സ്വഭാവം. ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സാറൊന്ന് ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് എന്തുവാ ഇനി സംശയം? അദ്ദേഹത്തിൻ്റെ ഈ ചെറുക്കൻ്റെ പേരുള്ള എല്ലാ കേസും പിൻവലിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്താൻ പറ. അപ്പോൾ ഇതിൻ്റെ പുറകെ കളിച്ചവരുടെയൊക്കെ തനിനിറം പുറത്തായല്ലോ. അപ്പം പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കാൻ പറ. അദ്ദേഹം രാജിവെക്കണം മാന്യനാണെങ്കിൽ. എൻ്റെ പേര് റോയ്, ന്യൂജേഴ്സി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്രയും മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നത്. ഞാൻ പണ്ട് KSUവിന്റെ കാലഘട്ടത്തിൽ പിന്നെ VM സുധീരന്റെ കാലത്തൊക്കെ KSUവിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പൊ അതിന് ശേഷം, അതായത് ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവിയുടെ കാലഘട്ടത്തിന് ശേഷം ഒരു യുവാക്കൾ ധാരാളമായിട്ട് വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. യൂത്ത് കോൺഗ്രസിനകത്ത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, ജിൻഡോ ജോൺ, അഫിൻ വർക്കി ആൻഡ് MLA കുഴൽനാടൻ, ഇവരൊക്കെ വളരെ നല്ലൊരു കോൺഗ്രസ്, ഈ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വരുമ്പം ഈ പഴയ തലമുറ കിടന്ന് കാണിക്കുന്ന ഡാൻസ് വളരെ മോശമാണ്. കോൺഗ്രസിനെ പുറകോട്ടടിക്കത്തുള്ളൂ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജനങ്ങളും നാട്ടുകാരും പൂർണ്ണ പിന്തുണ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പോകണം. അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ജോർജാണ് മലപ്പുറത്ത് നിന്നാണ്. നിങ്ങളുടെ ഈ ചാനലുകളുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമായി. കാരണം ഇതേ നമ്മൾ കാണത്തുള്ളൂ. കാരണം ഇതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ ഈ സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ ഒക്കുന്നത്. വാസ്തവത്തിൽ ഈ നമ്മുടെ കോൺഗ്രസിനെ ചതിച്ചത് എന്തിനാ പറയുന്നത്, അങ്ങോട്ട് നാക്കിലായി വരും. ഈ സതീശൻ, ചെന്നിത്തല, പിന്നെ വേണുഗോപാൽ, ഈ മൂന്നെണ്ണം യുവന്മാരല്ല, മറ്റവരെ കൊണ്ടല്ല ശരിക്കും. നമുക്ക് യുവന്മാരെ കൊണ്ടാണ്. ഇതിനെ നശിപ്പിച്ചത് യുവന്മാരാണ്. എന്തിനിങ്ങനെ ഉമ്മാരെ ഇറക്കിയോടെ ബാക്കി ഇതിൻ്റെ അണികൾ MLA-മാരും മറ്റവരും ഈ KPCC പ്രസിഡന്റ് എന്തിനാ ഉദാഹരണമായിരുന്നു, എത്ര നല്ലതായിരുന്നു. എന്തിനിങ്ങനെ നശിപ്പിക്കുന്നത്? നമ്മളെല്ലാം തീരുമാനിച്ചു കുറെ പേര്. ഈ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം വന്നില്ലെങ്കിൽ, അവനെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഒരൊറ്റ വോട്ട്, ഞാൻ കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്, ചെറുപ്പം മുതൽ കോൺഗ്രസ് പഠി, ഇനിയും അത് ശപഥം ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ കുറെ പേര് ഞങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. കൊമ്മാരിക്കും വേണ്ട വോട്ട് ആരെങ്കിലും ഭരിക്കണം. അതുകൊണ്ട് സഹോദര, നിങ്ങൾ
ഈ ചെയ്തിരിക്കുന്ന ഉപകാരം വലിയൊരു ഉപകാരമാണ്. ഈ സതീശൻ ഒറ്റ ഒരുത്തനാണ് ആ ചെറുക്കനെ നശിപ്പിക്കുന്ന, കോൺഗ്രസിനെ നശിപ്പിക്കുന്നു. ഞാൻ വിജയരാജ്, ട്രിവാൻഡ്രത്ത്. ഞാൻ കോൺഗ്രസിന്റെ ഒരു അനുഭാവിയാണ്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ വളരെ ഇഷ്ടപ്പെട്ട, യൂത്തിൽ ഇഷ്ടപ്പെട്ട് വളർന്നു വരുന്ന ഒരു ലീഡറാണ്. ഒരു ആരോപണം വന്നപ്പോൾ അങ്ങേരെ എല്ലാം കൈവിട്ടതിൽ ഉള്ള ഒരു വിഷമമുണ്ട്. നല്ല വളർന്നു വരുന്ന യൂത്തിന്റെ ഇടയിൽ നല്ല തൻ്റെ ഇടത്തോട് പ്രവർത്തിക്കുന്ന ഒരു ലീഡറായിരുന്നു അദ്ദേഹം. അപ്പോൾ എനിക്ക് ഇതിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ഇപ്പം ഈ നാറിയ ഭരണന്മാർ ഇത് എങ്ങനെയെങ്കിലും 2 കൊല്ലത്തെ 2 ടേമായിട്ട് ഇരുന്ന് നശിപ്പിച്ച് ഇവരെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണോ എന്നുള്ള ഒരു ഇതിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അതിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ് പ്രതിപക്ഷ നേതാവും. പക്ഷെ അങ്ങേയും കൈവിട്ടതിൽ ഒരു വലിയ വിഷമമുണ്ട്. കാര്യം ഇവരെ ഇപ്പോൾ UDF എപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം MLA. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇത് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ കൈവിട്ടു. അതിലൊരു വളരെ വിഷമമുണ്ട്. എന്തായാലും നിങ്ങളുടെ ചാനൽ അദ്ദേഹത്തെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിനും ഫാക്റ്റ് വിളിച്ചു പറയുന്നതിനും വളരെ നന്ദിയുണ്ട്. ആ ചെറുപ്പക്കാരൻ കേരളത്തിന്റെ പ്രതീക്ഷയുള്ള ഒരു, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു പ്രതീക്ഷയുള്ള ഒരു ലീഡറാണ്. അദ്ദേഹത്തിന് നമുക്ക് ആവശ്യമുണ്ട്. നാടിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആകപ്പാടെ കേരളത്തെ തകർത്ത് തരിപ്പണമായിട്ട് കിടക്കുന്ന ഈ ഭരണം മാറണം. കാര്യം ജനങ്ങളെല്ലാം, പഠിക്കുന്ന പിള്ളേരെല്ലാം ഉയരും കൊണ്ട് ഇവിടെ നിന്ന് ഓടുകയാണ്. കേരളം വിട്ട്, രാജ്യം വിട്ട് തന്നെ പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് മാറിയ ഒരു ഭരണം വരണമെങ്കിൽ ഈ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ITI ചാനലിനും ശ്രീ സുനിൽ മാത്യുവിനും അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് ജോർജ്. ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ പറ്റിയൊരു തെറ്റാണ് VD സതീശൻ. ഹൈക്കമാൻഡിനെ പറ്റിയൊരു തെറ്റാണ്. എന്ത് യോഗ്യത കാണുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പുള്ളിക്ക് ടീമിന് കിട്ടിയൊരു സ്ഥാനമാണ്. അപ്പം അത് കഴിയുമ്പോഴത്തേന് പുള്ളി ഓർത്തു ഇനി ഞാൻ അങ്ങ് മുഖ്യമന്ത്രി. അപ്പം ഏതെങ്കിലും രീതിയിൽ ഇച്ചിരി പൊങ്ങി വരുന്നവരെ അത് നശിപ്പിക്കാന്നുള്ള ഒരു പുള്ളിയുടെ അജണ്ടയായിട്ട്, അതായത് പിണറായി വിജയനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പോലെ ഒരു എന്തെങ്കിലും തെളിവിട്ടിരുന്നു ചേട്ടൊക്കെ പോലീസിന് കൈമാറിയാൽ പോരെ, ക്രൈംബ്രാഞ്ചിന് കൈമാറിയാൽ പോരെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസോ എന്തെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതില്ലാതെ പുള്ളി ഈ മാതിരി എന്താ മനുഷ്യന്മാര് വടിയാക്കുന്ന പരിപാടി കേരളത്തിലെ കോൺഗ്രസ്സുകാരെ എല്ലാം ഒരു മറ്റൊരു രാജ്യത്തുണ്ടല്ലോ ഈ പണി ചെയ്യുന്നത്. അല്ലെങ്കിൽ എത്ര മനുഷ്യൻ എത്ര ഭേദം ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഇപ്പം ഭരണമൊന്ന് മാറണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഇത് നശിപ്പിക്കാന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കണക്കൂട്ടം. ഞങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ അതായത് വോട്ടവകാശം കിട്ടുന്നതിന് മുമ്പ് ഈ കോൺഗ്രസിനെ വേണ്ടിയിട്ട് ഇവിടെ പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഞാനും എൻ്റെ ചേട്ടൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോരുകയായിരുന്നു. ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടും കൂടെ മാത്രം. ഞങ്ങളെ ഈ നാട്ടിലന്ന് ഒരു ഇലക്ഷൻ വന്നപ്പോഴത്തേനും എല്ലാവരും സ്വതന്ത്രസ്ഥാനത്തിലോ വോട്ട് ഞങ്ങൾ മാത്രമുള്ളായിരുന്നു. ഞങ്ങൾ തന്നെത്താൻ അതുപോലെ കഷ്ടപ്പെട്ടതായി കോൺഗ്രസിന് വേണ്ടിയിട്ട്. അന്നേരം ഇതൊക്കെ കാണുന്നത്. ഇപ്പം നമ്മൾ പ്രായമായി, നമ്മൾ വീണ്ടും മാറിയിട്ടുണ്ട്, പ്രവർത്തനമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ എല്ലാവരുടെയാണ് ഈ പരിപാടി ഇങ്ങനെ കാണിക്കുക. ഇപ്പം അടുത്ത ഇലക്ഷനിൽ ഇവിടെ ഭരണം കിട്ടുമെന്നൊരു തോന്നൽ എല്ലാവർക്കും വന്നപ്പം അത് എനിക്ക് തോന്നുന്നത് വെറുതെ കളയാന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ തന്നെ ഉള്ള കളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പാർട്ടിയുടെ ഒരു കളി തന്നെ സതീശനെ കിട്ടി. അതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചപ്പം ഈ രാഹുൽ മാങ്കൂട്ടം വഴി ഷാഫിയിലേക്ക് അങ്ങ് നോട്ടം ഉദ്ദേശാതേ ഉള്ളൂ. എന്റെ പേര് ലാലെന്നാണ്. ഞാൻ കരുവാപ്പള്ളിയിലാണ്. ഇവര് പറയുന്ന കാര്യങ്ങള് ഒരു വ്യക്തതയും കാണുന്നില്ല. അതാണ് എന്റെ ഒരു സംശയം. എന്താണ് ഈ പയ്യൻ ചെയ്തത് എന്ന് ആർക്കും തെളിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ വസ്ത്രങ്ങള് ലഘൂകരിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പറയുന്ന പ്രസ്ഥാനത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടാണോ ഒരു പ്രതിപക്ഷ നേതാവ് ഈ ഇങ്ങനെയുള്ള ആക്ഷൻ എടുക്കേണ്ടത്? അത്രയും ചീപ്പായി പോകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി വരുന്ന തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് വോട്ട് ചെയ്യോ? ഇല്ല, സങ്കടത്തിന്റെ പരിപാടി ഞാനും ചെയ്യില്ല, എന്റെ കുടുംബവും ചെയ്യില്ല. അത്രേ ഉള്ളൂ. കാരണം അത് തെറ്റായ ഒരു നടപടിയാണ് പുള്ളി എടുത്തത്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, ഒരു ആരോപണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണമല്ലോ തീർച്ചയായിട്ടും.
അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു നേതാവ് എങ്ങനെ പ്രതിപക്ഷത്ത് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും സംഭവിക്കില്ല. അവൻ നിയമസഭയിൽ നല്ല സാഹചര്യം പോകും. പിന്തുണ ഈ ജനങ്ങൾ മൊത്തം കൊടുക്കും. എല്ലാ പ്രൊട്ടക്ഷനിലൂടെ തന്നെ അവൻ പോകും. എന്തെങ്കിലും സജീഷന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവിടെ നോക്കുക. ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കുന്നത്. എൻ്റെ പേര് റഹീം എന്നാണ്. ഞാൻ 23 വർഷം പ്രവാസിയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, നമ്മൾ കോൺഗ്രസിന്റെ വലിയൊരു അനുഭാവിയാണ്. നമ്മൾ അനുഭാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മൾ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഇപ്പോൾ വന്ന ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഇപ്രാവശ്യം വന്നത്. അത് ഈ കിളവന്മാർ പ്രയത്നിച്ചിട്ടില്ല. ഈ രമേശ് ചെന്നിത്തലയെ കൊണ്ടോ അല്ലെങ്കിൽ ഈ സതീശനെ കൊണ്ടോ കെ പി വേണുഗോപാലിനെ കൊണ്ടോ അല്ല അങ്ങനെ ഒരു പുരോഗതി ഉണ്ടായത്. കോൺഗ്രസിന് പുതിയ ഉണർവുണ്ടായത് ഈ ഷാഫി പറമ്പില്, ഈ രാഹുൽ മാങ്കൂട്ടത്തില്, ഈ ചാണ്ടി ഉമ്മൻ, കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ ഒരു പ്രയത്നം കൊണ്ടാണ് കോൺഗ്രസിന് ഇന്നത്തെ ഈ ഒരു അവസ്ഥ വന്നത്. ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു 110 സീറ്റ് UDFന് ഉറപ്പായിട്ട് കിട്ടാൻ ഒരു ചാൻസ് ആയിരുന്നു. അതാണ് ഈ കള്ളപ്പന്നി തൊളിച്ചത്, ഈ സതീശൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഹൈക്കമാൻഡ് AICC എന്ന് പറയുന്ന യുവമാർ എന്തെടുക്കുക അവിടെ? യുവമാർ ഇതൊന്നും അറിയുന്നില്ല. ഒരു സുരേഷ് കന്നകുല്ലു എന്ന് പറഞ്ഞ ഒരുത്തിനെ ഇവിടെ സർവേക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവൻ ഒരു ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മൈൻഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ മതി, എന്താണ് ഇവിടെ നടക്കണമെന്ന് അയാൾക്ക് മനസ്സിലാവും. ഈ സതീശനും ഈ രമേശ് ചെന്നിത്തലയും കാണിക്കുന്ന യുവമാർക്ക് മുഖ്യമന്ത്രിയാവണം, വേറെ ഒന്നും വേണ്ട. അതിനവന്മാർ കാണിക്കുന്ന വേലത്തരങ്ങൾ ഇതൊക്കെ. ഈ പിണറായിയായിട്ട് ചേർന്ന് വല്ല ആവശ്യം ഉണ്ടാകും ഓണസദ്യക്ക് പോകാൻ. ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇവൻ അവിടെ പോയി അയാളെ കൂടെ ഇരുന്ന് സദ്യ കഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവനും അയാളുമായിട്ട് നല്ല എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറുപ്പക്കാരെ ഇല്ലാതെ വേണ്ടി ഇയാൾ ഇറങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വലിയ വിഷമമുണ്ട് നമുക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചാൻസ് ആയിരുന്നു. ഒന്നാമത് ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ ജനങ്ങൾ കുറഞ്ഞുമുട്ടി നിൽക്കും. കുറഞ്ഞുമുട്ടി കഴിഞ്ഞാൽ ഒരു 5 വയസ്സായ കുട്ടി പോലും ഇപ്പോൾ ഒരു പിണറായി വിജയൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമോ ഞങ്ങൾ മടുത്ത് ഇനി ഞങ്ങൾക്ക് വേണ്ടെന്നേ പറയുള്ളൂ. ഒരൊറ്റ ഈവൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും, ഞങ്ങൾക്ക് അറിയുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റും അവർ ജന്മന ഒരു കുടുംബം മുഴുവൻ സഹാക്കന്മാരും പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് മടുത്തേ, ഞങ്ങൾ പാർട്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, വേറെ പാർട്ടിക്കൊന്നും വോട്ട് ചെയ്യില്ല, പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയ്ക്ക് ഇതുകൊണ്ട് പൊറുതിമുട്ടി. ഒരുപാട് കാര്യങ്ങൾ അവരുടെ നെഗറ്റീവ് അവരുടെ ഉണ്ട്. ഈ പിണറായി വിജയന്റെ മന്ത്രിമാരെ കുറിച്ച് എന്തെല്ലാം നെഗറ്റീവ്സ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മുതലാക്കാൻ ഒരു നല്ല ചാൻസ് ഇല്ല ഇയാൾ കളഞ്ഞത്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് യുവമാർക്കൊന്നും പാർട്ടിയോടൊരു ആത്മാർത്ഥതയില്ല. അവന്മാരെ സ്വന്തം കാര്യം അവരുടെ വഴിയിൽ വരുന്നവരെയൊക്കെ അവന്മാർക്ക് വെട്ടി മാറ്റണം. ഇതിപ്പം എന്തിന്റെ കാര്യത്തിലായാലും ഇത് ഈ ഒരു അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യുന്ന കാര്യം എന്താ? അവർ ഈ മുകേഷിനെയും ഈ ഗണേഷ് കുമാറിനെയും ഈ ശശിമാരെയൊക്കെ അവർ എന്ത് പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുത്തിരിക്കുന്നു? ഇപ്പം ഒരക്ഷരം അവന്മാർക്കെതിരെ മിണ്ടയോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുകയോ ചെയ്തോ? അത് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തുകൂടെ? അതൊക്കെ വെറുതെ കെട്ടിച്ചമച്ച കഥയാണ്. എല്ലാം സഹിക്കാൻ ഇതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ? ഒരു കേസുണ്ടോ? ഒരു FIR ഉണ്ടോ? അല്ലെങ്കിൽ ഈ പരാതിക്കാരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഒരു പോലീസ് സ്റ്റേഷനിൽ? എവിടെയെങ്കിലും കേസുണ്ടോ? എന്നിട്ട് അയാൾ ക്രൈംബ്രാഞ്ചിനെ വെച്ച് ഇങ്ങനെ പരാതിക്കാരെ തപ്പിക്കൊണ്ട് നടക്കും. ഗർഭമലത്തിൽ എന്തെല്ലാം നാറിയ കളികളൊക്കെ. അതിന് ഇവൻ കൂട്ടും എല്ലാ സ്ഥാനത്തും. MLA സ്ഥാനം വരെ ഇവൻ ആര്? ഇവന്റെ അച്ഛന്റെ വക ഈ കോൺഗ്രസ്, ഇവന്റെ തറവാട് കോൺഗ്രസ്. ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 98% വരുന്ന കോൺഗ്രസ്സുകാരുടെ അഭിപ്രായമാണ് ഈ സതീശനെയും ഈ രമേശ് ചെന്നിത്തലയും ഈ പാർട്ടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കണം. യുവന്മാർ എവിടെ പോയി തൊലയിട്ട് എവിടെ പോയാലും ഇവനൊക്കെ നന്നാവില്ല. എവിടെ പോയാലും BJPയിൽ ഇപ്പോൾ പോയാലും യുവമാരൊന്നും ഗുണം പിടിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ സ്വഭാവം, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സ്വഭാവമല്ലേ യുവമാർ കാണിക്കുന്നത്. മുഖ്യമന്ത്രി ആവണം, അതിനുവേണ്ടി അതൊരൊറ്റ കാരണം കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഈ ചെറുപ്പക്കാർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഈ സ്വന്തം എന്താ പറയുക ബാഗ് തൂക്കികളെയും അവന്മാരെയും കൊണ്ട് ലിസ്റ്റും കൊണ്ട് ഹൈക്കമാൻഡിൽ പോകാൻ പറ്റില്ല. ഈ പിള്ളേരെ നല്ല ഐക്യതയോടുകൂടി അവന്മാർ നല്ല അന്തസ്സായിട്ട് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് എന്താണ് അത് ഇവന്മാർക്ക് ഒരു തടസ്സമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഈ ഗ്രൂപ്പ് കളിക്കാനും ഇവൻ്റെയൊക്കെ ശിങ്കിടികളെ കയറ്റാനും ഇനിയിപ്പോൾ എങ്ങാനും ഇനിയിപ്പോൾ UDF ജയിച്ചെന്ന് വെച്ചോ, അതിനുശേഷം പിന്നെ ഇവന്മാർ കാണിക്കുന്ന വേലത്തരങ്ങൾ തന്നെ എന്തായിരിക്കും? ഇതിനൊക്കെ ഒരേ ഒരു പരിഹാരം ഈ 2 മോന്മാരെയും ഈ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കണം. യുവന്മാർ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ യുവന്മാരെ
സസ്പെൻഡ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ വേറെ AICC-യിലോട്ട് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യരുത്. ഇമ്മീഡിയറ്റ്. അതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ ഈ അറ്റംപ്റ്റിന് ഞങ്ങൾ വളരെയധികം നിങ്ങളെ അഭിനന്ദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാനായിട്ട് ആരുമില്ല. ഈ വലിയ ചാനലുകാരന്മാരൊക്കെ ഇവരെ എന്താ പറയുക, അവനെ മുതലാക്കി അവർ ഈ പിണറായി എന്ന പൈസയും വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് അവർ പിണറായിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ചാനലും, ഒരൊറ്റ ചാനലും ബാക്കി. ഇത് സത്യമായിട്ട് ഈ നേര് പറയാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ധൈര്യവും നിങ്ങൾ കാണിക്കുന്ന ഈ ആർജവത്തിന് ഞങ്ങൾ പ്രത്യേകം നന്ദിയുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.